ഏഷ്യ കപ്പിലും ലെജൻഡ് ലോക ചാമ്പ്യൻഷിപ്പിലും പാകിസ്ഥാനോട് ഇന്ത്യ മത്സരിക്കുന്നതിൽ വിവാദം. ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ മത്സരിക്കരുതെന്ന് മുൻ താരം മനോജ് തിവാരി ആവശ്യപ്പെട്ടു. ഇതിനിടെ ലെജൻഡ്സ് ക്രിക്കറ്റിലെ ഇന്ത്യ പാക് സെമിയിൽ നിന്ന് സ്പോൺസർമാർ പിന്മാറി. രുജീഷ് വി രവീന്ദ്രനുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. രുജീഷ്, നാളെ ലെജൻഡ്സ് ലോക ചാമ്പ്യൻഷിപ്പ് നടക്കേണ്ട മത്സരവും അനിശ്ചിതത്വത്തിൽ ആകുന്ന സാഹചര്യമാണോ? എന്താണ് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? സംഗീത, എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനും വലിയ അനിശ്ചിതത്വം തന്നെയാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ത്യയുടെ മുൻ നായകൻ കൂടിയായ മുഹമ്മദ് അസറുദ്ദീൻ കൂടി ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലേക്ക് പോകേണ്ട സാഹചര്യമല്ല, നിലവിലുള്ള സാഹചര്യം വളരെ മോശമാണ് എന്ന് പറയുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം സൂചിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും തുടരും എന്ന് തന്നെയാണ്. ആ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് മുൻ താരവും തൃണമൂൽ കോൺഗ്രസ് MLA മന്ത്രി കൂടിയായ അവിടെ കായിക മന്ത്രിയാണ്, പശ്ചിമ ബംഗാളിലെ കായിക മന്ത്രി കൂടിയായ മനോജ് തിവാരി പറഞ്ഞത്. ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള നേതാക്കൾ, മുൻ ക്രിക്കറ്റ് താരങ്ങൾ ഓരോരുത്തരായി ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. എന്തായാലും നാളെയാണ് ലെജൻഡ്സ് ലീഗ് ക്രിക്കറ്റിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സെമി ഫൈനൽ പോരാട്ടം നടക്കേണ്ടത്. നേരത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ നിന്ന് ശിഖർ ധവാന്റെ ആയിരുന്നു ആദ്യം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയത്. പിന്നീട് പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ യുവരാജ് സിംഗും ഹർഭജൻ സിംഗും എല്ലാം തന്നെ ആ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചു. ഒടുവിൽ ആ മത്സരം നടക്കാതിരുന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം ഈ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ സെമിയിലേക്ക് എത്തിയത്. സെമിയിലും ഇന്ത്യക്ക് എതിരാളികളായി ഇപ്പോൾ വരുന്നത് പാകിസ്ഥാനാണ്. ആ മത്സരം ഇനി നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാരണം ആ ഗ്രൂപ്പ് ഘട്ട മത്സരവും ആദ്യ നിമിഷങ്ങളിൽ ഒക്കെ നടക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിലാണ് മത്സരം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചത്. എന്തായാലും സ്പോൺസർമാർ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറിയ ഒരു സാഹചര്യം കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ അടുത്ത ഏഷ്യ കപ്പിലേക്ക് പോകുമ്പോൾ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് മത്സരിക്കേണ്ടത്. ആ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിന് ശേഷം സൂപ്പർ ഫോറിലും ഒരു മത്സരം ഇന്ത്യയും പാകിസ്ഥാനും നടക്കാനുള്ളൊരു സാധ്യത കൂടി നിൽക്കുന്ന ഒരു ടൂർണമെൻറ്റാണ്. ആ ടൂർണമെൻറ്റിലേക്ക് കൂടി അനുമതി BCCI നൽകിയ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ മത്സരത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് പോകരുത് എന്ന വിമർശനം വരുന്നത്. എന്തായാലും നാളത്തെ മത്സരവും ഇപ്പോൾ അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. സഗീർ. ശരി രുജീഷ്.